അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഹർഷൻ ചേട്ടനടക്കം എടുത്ത് കൃത്യമായി പറഞ്ഞതാണ്. എന്തുകൊണ്ട് ഇത്തരം ചില ചാനലുകൾ, എന്തുകൊണ്ട് ഇന്ന കണ്ടന്റുകൾ മാത്രം? അപ്പോൾ അതിനു പിന്നിൽ ചില സംഘടിതമായ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യമുണ്ട്, അത് വെളിപ്പെടുകയാണ്. തീർച്ചയായും. പക്ഷേ ഇതിനകത്ത് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ മാത്രമല്ല അപ്രത്യക്ഷമായിട്ടുള്ളത്. അത് നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്. കാരണം അങ്ങനെ അതുകൊണ്ട് മാത്രം അങ്ങോട്ട് ടാർഗറ്റ് ചെയ്യാം എന്നുള്ള ഉദ്ദേശവും നമുക്കില്ല. നമ്മൾ ആദ്യഘട്ടത്തിൽ ചെയ്തെന്താണ്, ഈ കാര്യം നമുക്കിങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായി പ്രേക്ഷകരെ അറിയിച്ചു, റിപ്പോർട്ട് ചെയ്തു. അത് കാരണം മെറ്റ ധാരാളം കണ്ടന്റുകൾ ആ നിലയ്ക്ക് പിൻവലിക്കുന്നു. ഇപ്പോൾ യോഗി ആദിത്യനാഥിനെ കുറിച്ചുള്ളത് അല്ലെങ്കിൽ അമിത്ഷായെ കുറിച്ചുള്ളത് ഒക്കെ അത്തരം വാർത്തകൾ, നമ്മളുടെ വാർത്തകളുമല്ല, പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള വാർത്തകൾ തന്നെ പിൻവലിക്കുന്ന സാഹചര്യം തുടർച്ചയായിട്ടുണ്ടാകുന്നു. ആ ഒപ്പം സംസ്ഥാന മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളും തുടർച്ചയായി പിൻവലിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ഇത് വി.ഡി. സതീശൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണതലത്തിലുള്ള സംവിധാനത്തിൽ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തതുകൊണ്ടോ ആണെന്ന് നമ്മൾ അന്നും ഒറ്റയടിക്ക് അങ്ങ് ആരോപണം ഉന്നയിച്ചിരുന്നില്ല. പക്ഷേ ഇത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കൃത്യമായി ഓർമ്മിപ്പിച്ചു. അത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം, സർക്കാർ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. കാരണം സർക്കാർ അറിയാതെ ആരെങ്കിലും ഇനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുമോ? ഇത് മുഖ്യമന്ത്രിയൊന്നും അറിയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ഒരു മധ്യനിരയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ മുതൽ മുകളിലോട്ട് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ തന്നെ ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ വളരെ ദോഷൈകദൃക്കായി തന്നെ ഈ കാര്യങ്ങളെ കണ്ടല്ല നമ്മൾ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തത്. എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകാമോ? ഈ മാധ്യമങ്ങളെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് 3 ടെലിവിഷൻ ചാനലുകളെയാണ് പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ പോകുന്നതിൽ എന്താണ് പ്രശ്നം? അതിപ്പോൾ ഓരോ ചാനലുകളുടെയും ഓരോ സ്വഭാവത്തിലാണ് പോകുന്നതെന്നുമാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത്. കാരണം കൂടുതൽ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് തന്നെ ഒരു ചാനലിൽ പോകുന്നുണ്ടെങ്കിൽ മറ്റ് ചാനലുകളിൽ വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ കരുതിയത് എന്താണ്, നമ്മൾ പൊതുവെ കരുതിയത് എന്താണ്, ഇതിൽ എന്തെങ്കിലും ഒരു തകരാറുണ്ടായിരിക്കും. സർക്കാർ ആ കാര്യത്തിൽ ഇടപെട്ടു. അപ്പം നമുക്ക് ആശ്വാസമായി, സന്തോഷമായി. കാരണം സർക്കാർ ഈ കാര്യത്തിൽ ആദ്യം തന്നെ വി.ഡി. സതീശൻ പറഞ്ഞത് എന്താണ്, ഈ കാര്യത്തിൽ നമ്മൾ പരാതി കൊടുത്താൽ ആ പരാതിക്കൊപ്പം നിൽക്കും. അതുപോലെ സർക്കാർ നിലയ്ക്ക് തന്നെ അന്വേഷിക്കും എന്ന് പറഞ്ഞു. സർക്കാരിൻ്റെ നിലയ്ക്ക് അന്വേഷിച്ചതിൻ്റെ ഭാഗമായാണ് എന്ന് ആണ് സർക്കാർ നമ്മളോട് പറഞ്ഞത്. എന്താണ്, ഇത് മെറ്റയ്ക്കൊരു അബദ്ധം പറ്റിയതാണ്, എ.ഐയിലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിൻ്റെ ഭാഗമായി അബദ്ധം പറ്റിയതാണ് എന്ന് മെറ്റയല്ല അറിയിച്ചത് കേട്ടോ, നമ്മളെ സർക്കാർ അറിയിച്ചു. പോലീസിന് അതാണ് റിപ്പോർട്ട് ലഭിച്ചത് എന്ന് ഈ സർക്കാർ അറിയിച്ചു. നമ്മൾ പ്രാഥമികമായും ആദ്യം നമുക്ക് ചെയ്യാവുന്നത് എന്താണ്, സർക്കാരിനെ വിശ്വസിക്കുക. വിശ്വസിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, മെറ്റയോട് വീണ്ടും ചോദിച്ചു. സ്വാഭാവികമായിട്ട്, കാരണം നമ്മൾ ആത്യന്തികമായി ഇതൊരു മാധ്യമ സ്ഥാപനത്തിന് നേരെയുള്ള ഇടപെടലാണല്ലോ. അപ്പോൾ നമ്മളത് അന്വേഷിക്കാതിരിക്കരുത്. അപ്പോൾ നമ്മൾ സർക്കാരിനെ ആദ്യം വിശ്വസിച്ച ശേഷം മെറ്റയോട് കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന മറുപടി എന്താണ്, യഥാർത്ഥത്തിൽ ഇത് ഇടപെടൽ കൊണ്ട് തന്നെ പോകുന്നതാണ് എന്നാണ്. ഇപ്പോൾ വീണ്ടും സർക്കാർ അത് അന്വേഷിക്കണമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സർക്കാർ ഈ കാര്യത്തിൽ കൂടുതൽ ഗൗരവത്തോടെ അന്വേഷണം നടത്തണം. കാരണം എന്തുകൊണ്ടാണ് പിന്നെയും അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് പല കണ്ടന്റുകളും, ഇപ്പോഴും കണ്ടന്റുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്, ഫേസ്ബുക്കിൽ നിന്നാണ്, മറ്റു പ്ലാറ്റ്ഫോമുകളിലെല്ലാം ആ കണ്ടന്റുകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത് നാട്ടുകാർ അറിയുന്നുണ്ട് എന്നുള്ളത് അവിടെ നിലനിൽക്കുന്നു. പക്ഷേ ഇത് പോയിക്കൊണ്ടിരിക്കുന്നു. അതും ഞാൻ വീണ്ടും പറയാം, വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഇത്തരത്തിൽ യോഗി ആദിത്യനാഥുമായിട്ടോ അമിത്ഷായുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളിലുള്ള കണ്ടന്റുകൾ പോകുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വിജയ് അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ ഈ എന്താണ് വന്ദേമാതരം വിഷയത്തിൽ കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള വാർത്തകളുടെ കാർഡുകൾ നമുക്ക് നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇത് തുടർച്ചയായി ഫേസ്ബുക്കിൽ ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഫേസ്ബുക്ക് അല്ല നമ്മുടെ പരമപ്രധാനമായ പ്ലാറ്റ്ഫോം എന്നുള്ളതുകൊണ്ട് നമ്മളത് നിരന്തരം പറയുന്നില്ല. പക്ഷേ നമ്മൾ ആ കാര്യം ഓർമ്മിപ്പിച്ച് തന്നെ പോകുന്നു. മാധ്യമങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം എന്ന നിലയ്ക്ക് തന്നെ അത് നമ്മൾ ഓർമ്മിപ്പിച്ചും പോവുകയാണ്. അപ്പോൾ സർക്കാർ വീണ്ടും ഇത് അന്വേഷിക്കണം. കാരണം നിങ്ങൾക്ക് കിട്ടിയ മറുപടി തെറ്റാണ്, അല്ലെങ്കിൽ ആ മറുപടി പുറത്തുവിടണം. അതായത് സർക്കാരിൻ്റെ ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ മെറ്റ നൽകിയ മറുപടി ഇതാണ് ആ മറുപടി എന്ന മട്ടിൽ അത് പുറത്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യണം. കാരണം അതല്ലാതെ ഇനിയിപ്പോൾ അത് വിശ്വസിക്കുക അസാധ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം പോലീസ് പറഞ്ഞതാണ്, പോലീസിൻ്റെ ഒരു വേർഷൻ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒരു കാലത്തും പോലീസിനെ മാധ്യമങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് പോയിട്ടില്ല, ഇനിയും വിശ്വസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഈ മെറ്റയുടെ ചില എ.ഐ സാങ്കേതിക പിഴവ് കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്നുള്ള വിശദീകരണം നമ്മൾ വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായും പോലീസ് ആ ഡാറ്റ പുറത്തുവിടണം, അല്ലെങ്കിൽ സർക്കാർ ആ ഡാറ്റ പുറത്തുവിടണം, അല്ലെങ്കിൽ ആ കത്ത്, ആ അറിയിപ്പ് പുറത്തുവിടണം. അല്ലെങ്കിൽ ഇനി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, സർക്കാർ ഇത് അന്വേഷിക്കുകയും വേണം.
അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ മെറ്റ എന്നുള്ളത്. കാരണം ഈ രണ്ടു പേരോടും രണ്ട് തരത്തിലുള്ള ഉത്തരം നൽകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളൊക്കെ തന്നെയല്ലേ. ആ മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ അങ്ങനെ ഒരു മെറ്റ ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അത് സർക്കാരിന് ആ കാര്യത്തിൽ ഒരു കമന്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട് തീർച്ചയായും. അതുമാത്രമല്ല, ഇത് സർക്കാരിനെ കൂടി ബാധിക്കുന്നതല്ലേ. കാരണം ഇത് സർക്കാരിന് ചീത്തപ്പേരല്ലേ. നമ്മൾ ആരോപിക്കുന്നില്ല സർക്കാർ ഇത് ആസൂത്രിതമായി ഇതിന് പിന്നാലെ ഇറങ്ങിയെന്ന്. പക്ഷേ സർക്കാർ കണ്ടെത്തണം. നമ്മൾ പതുക്കെ ഇത് അന്വേഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ അന്വേഷണവും തുടരുകയാണ് എന്നുള്ളത് നമ്മൾ സർക്കാരിനെയും പൊതുജനങ്ങളെയും അറിയിക്കുകയാണ്, അത് ഓർമ്മപ്പെടുത്തുകയാണ് സർക്കാരിനെ. കാരണം ഇത് എപ്പോഴെങ്കിലും ഇതിൻ്റെ സത്യം വെളിവാകും. ഇപ്പോൾ സർക്കാർ പറയുന്നതിനെ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിച്ചു ഒരു ഘട്ടത്തിൽ. കാരണം ഓക്കെ അങ്ങനെയായിരിക്കും. പക്ഷേ നമ്മൾ അന്വേഷിക്കാനുള്ളത് അന്വേഷിച്ചു. അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന മറുപടി ഇതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സർക്കാർ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി തരണം. പോലീസ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തി തരണം. നിങ്ങൾക്ക് മെറ്റ നൽകിയ മറുപടി ആദ്യം തന്നെ അത് പുറത്തുവിടണം. മാത്രമല്ല, ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാട് മെറ്റയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തുകയും വേണം. ഇനി ഇതൊന്നുമല്ലാതെ സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് ആരെങ്കിലും സർക്കാരിനെ തന്നെ കൊടുക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ കുഴപ്പത്തിലാക്കാനോ ഇത്തരമൊരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അതുകൂടി അന്വേഷിച്ച് പറയണം.